ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് കുറുമയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ക്യാരറ്റ്, ബീൻസ്, പച്ച പീസ്, ഉരുളക്കിഴങ്ങ്, ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇതിനാവശ്യമായ വെള്ളം ഒഴിക്കാം. ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് മൂടി വേവിക്കാം. 2 വിസിൽ പോകുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം. ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറുമ നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. കുക്കറിലും ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ കുക്കറിലെല്ലാം വഴറ്റി, സവാളയും വഴറ്റി, എല്ലാം തക്കാളി എല്ലാം വഴറ്റിയിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത്, മസാലയെല്ലാം വഴറ്റി വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്ത് കുക്കറടച്ച് 2 വിസിൽ പോകുമ്പോൾ ഓഫ് ചെയ്താൽ കുറുമ റെഡിയായി. തുറന്നിട്ട് പാലൊഴിച്ച് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്താലും അങ്ങനെ ഉണ്ടാക്കാം. കുക്കറിൽ വാവട്ടമുള്ള കുക്കറാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരട്ടെ. സവാള വഴന്ന് വരാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 തക്കാളി നമുക്കിട്ട് കൊടുക്കാം. വെജിറ്റബിൾസിന് ഉപ്പിട്ടുണ്ട്, എന്നാലും നമുക്ക് സവാളയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് വഴന്ന് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കാം. നമ്മുടെ കുറുമ റെഡി ആയി കഴിഞ്ഞു. വളരെ പെട്ടെന്ന്, അധികം സമയമൊന്നും വേണ്ട. അപ്പത്തിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിനു വേണമെങ്കിലും കഴിക്കാം. നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഇടണമെന്നില്ല, ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കുറുമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.